നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രമീഡ മേഡവും ആതിര മേഡവും ഒക്കെ ചോദിച്ചിട്ടുള്ള മുട്ട ചേർക്കാതെയുള്ള അമൃതം പൊടി കൊണ്ടുള്ള ആ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോറി ഫോർ ദ ഡിലേ. കുറച്ച് ആയി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഫ്ലഫി സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഒരു തവണ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അളവ് കപ്പായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്പൂണ് കൊണ്ട് ഇതിലോട്ട് കോരിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അമൃതം പൊടി. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 തവണ അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ്സിൽ താഴെ പഞ്ചസാര ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈസൂർ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാളയംകോടൻ പഴം എന്ന് പറയുന്ന ആ പഴം തന്നെയാണ് ഇത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും 1/4 ഗ്ലാസ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഒരു 2 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 1/4 ഗ്ലാസ് തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ അത്ര ഒരു വലുപ്പം ഈ കേക്കിന് കാണില്ല, പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നമ്മൾ മുട്ട ചേർത്തിട്ട് ഞാനിതിന് മുൻപ് വേറൊരു ചോക്ലേറ്റ് കേക്ക് അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഏത് ഓവൻ സെറ്റപ്പിലും കുക്കറിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അതുകൊണ്ട് കേക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു തവ ചൂടാക്കിയിട്ട് അതിലാണ് കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ തവ ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഈർക്കിലോ ഫോർക്കോ ഒക്കെ വെച്ചിട്ടൊന്ന് ഓടിച്ച് കൊടുത്താൽ മതി. ബാറ്ററിലൂടെ ബബിൾസൊക്കെ പുറത്തോട്ട് പോയി. ഇനി നമുക്കിത് 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിലും ഓവൻ സെറ്റപ്പിലാണെങ്കിലും 45 മിനിറ്റ് തന്നെയാണ് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. 1-2 തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എയർ ഒട്ടും പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് നമുക്കിതേപോലെ ഒരു വെയിറ്റും കൂടി മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ടൈം ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കിൻ്റെ. അപ്പോഴാണ് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുക്കായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. നോട്ട്ബുക്ക് പേപ്പറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിലും ഞാൻ നോട്ട്ബുക്ക് പേപ്പർ തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. കഴിക്കാനും അതേപോലെ തന്നെ ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി കേക്കാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്